الحمد لله الواحد القهار الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآتوا النساء صدقاتهن نحلة. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. എത്രയും സ്നേഹ ആദരവുകൾ നിറഞ്ഞ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് ഈ നിമിഷം വരെ വന്നുപോയ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്കും ബന്ധപ്പെട്ടവർക്കുമുള്ള മുഴുവൻ അസുഖങ്ങളും പൂർണ്ണമായി ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ ജുമായിൽ ചർച്ച ചെയ്തു വന്നിരുന്ന വിഷയം വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ച, അതിൽ നമ്മൾ എന്താണ് വിവാഹം എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിവാഹത്തിൽ അടിസ്ഥാനപരമായി ആവശ്യമായ ഉൾച്ചേർന്നു വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. നമ്മൾ വിവാഹിതരാകാൻ പോകുന്ന നവവരന്റെ ഗുണഗണങ്ങളെ സംബന്ധിച്ച് ഒരാഴ്ച സംസാരിച്ചു. അതോടൊപ്പം തന്നെ വധുവിന്റെ ഗുണഗണങ്ങൾ എന്തായിരിക്കണമെന്നും നമ്മൾ മനസ്സിലാക്കി. വധുവിന്റെ വലിയ രക്ഷാധികാരി എങ്ങനെയായിരിക്കണം ആ വിവാഹത്തിൽ ഏർപ്പെടേണ്ടതെന്നും അദ്ദേഹത്തിന്റെ ഇസ്ലാം നൽകുന്ന അധികാരങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി വിവാഹവുമായി ബന്ധപ്പെട്ട് ഉൾച്ചേർന്നു വരുന്നത് മഹർ അഥവാ വിവാഹ മൂല്യം, വിവാഹ സമ്മാനം എന്നൊക്കെ പറയുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു സാമ്പത്തിക കൈമാറ്റത്തെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കിയത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ പരിശുദ്ധ ഇസ്ലാമിന്റെ വിവാഹം അത് പൂർണ്ണവും സംതൃപ്തവുമാകണമെങ്കിൽ വരൻ വധുവിന് വിവാഹ സമ്മാനം നൽകേണ്ടതുണ്ട്. അത് മഹറാണ് എന്ന് നമുക്കറിയാം. വിവാഹ സമ്മാനമായി വരൻ നൽകുന്ന ഈ മഹർ നമ്മുടെ നാടുകളിലെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്? ഇസ്ലാം അതിന് വെച്ചിരിക്കുന്ന നിബന്ധനകളും നിർദ്ദേശങ്ങളുമൊക്കെ നമ്മുടെ വിവാഹ ഇടപാടുകളിൽ വരാറുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ പല രീതിയിലുള്ള വ്യക്തികളുണ്ടാവും. അവരുടെ ആനന്ദത്തിന് വേണ്ടി, ആസ്വാദനത്തിന് വേണ്ടി ചില ആളുകളൊക്കെ വീടുകളിൽ നല്ല നിലയിലുള്ള പൂച്ചെടികളും പൂന്തോട്ടങ്ങളുമൊക്കെ ഉണ്ടാക്കി അത് പരിപാലിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകളെ വീട്ടില് നല്ല നയന മനോഹരമായ കൊച്ചു കൊച്ചു കിളികളെ വളർത്താൻ നമുക്ക് കാണാൻ സാധിക്കും. അത് അയാളുടെ ഹോബിയാണ്, അയാളുടെ ഇഷ്ടമായ ഒരു വിനോദമാണ്. ചില ആളുകള് ചില ജീവികളെയൊക്കെ വളർത്തും. ചില ആളുകള് ചില കോയിൻസുകൾ ഇങ്ങനെ കളക്ട് ചെയ്ത് അതിങ്ങനെ അലങ്കാരമായി അതിനെ പരിപാലിക്കും. ഇങ്ങനെ അതിനു വേണ്ടി ജീവിതത്തിന്റെ, സമ്പത്തിന്റെ, ആരോഗ്യത്തിന്റെ നല്ലൊരു ശതമാനം ഒഴിച്ചു വെക്കുന്ന, മാറ്റിവെക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ അദ്ദേഹത്തിന്റെ ഇന്റിമേറ്റ് ആയ ഒരു ഫ്രണ്ട് വരികയാണ്. വന്നപ്പോ ഒരു നല്ല
പൂന്തോട്ടം പരിപാലിക്കുന്ന ഒരു വ്യക്തിയാണ് കൂട്ടുകാരൻ. അവിടെ വന്നപ്പോ ഒരു ഇൻഡോർ പ്ലാന്റേഷൻ, നല്ല രസമുള്ള ഒരു കൗതുകകരമായ ഒരു ചെടി കണ്ടു. 1, 2, 3 ഉണ്ട്, അല്ലെങ്കിൽ ഒന്നേ ഉള്ളൂ. അപ്പൊ ഈ ഇന്റിമേറ്റായ ഫ്രണ്ടിന് ഇത് കണ്ടപ്പോ കൗതുകം തോന്നിയിട്ടത് വേണമെന്ന് പറയാം. അങ്ങനെ ഈ പൂന്തോട്ടത്തെ പരിപാലിക്കുന്നയാള് തന്റെ ഇന്റിമേസി നഷ്ടപ്പെടാതിരിക്കാൻ അയാൾക്ക് കൊടുക്കും. അയാളുടെ ഹൃദയം പറിച്ചു നൽകുന്നത് പോലെയാണ് കൊടുക്കുന്നത്. വാതോരാതെ അതിനെ ഞാൻ എങ്ങനെയാണ് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ കൊടുത്ത് അത് വാങ്ങി അയാളുടെ വണ്ടിയിൽ വെച്ചതിന് ശേഷം ഒരു സംതൃപ്തിക്ക് വേണ്ടി ഇയാൾക്ക് തിരിച്ച് എന്തെങ്കിലും കൊടുക്കും. അതിന് എണ്ണവും വണ്ണവും പകരവും ഒന്നും പറയാൻ പറ്റും. അത് സന്തോഷത്തിന്റെ കൊടുക്കലാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് തരുന്ന ഒരു മൂല്യവത്തായ ഒരു സ്വതക്കയാണ്. ഇതുപോലെയാണ് ഇസ്ലാം മഹറിനെ കാണുന്നത്. തന്റെ മകളെ ആറ്റുനോറ്റ് പരിപാലിച്ച് വേണ്ടതെല്ലാം കൊടുത്തു വളർത്തുന്ന 1 മോളാവാം, 2 മോളാവാം, 3 മോളാവാം, എത്രയാണെങ്കിലും ശരി, ആ പിതാവിന്റെ ചങ്ക് പറിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു മൂല്യം നിശ്ചയിച്ചിട്ട് സന്തോഷത്തോടുകൂടി ആ പിതാവിന് കൈമാറുന്ന ആ സന്തോഷത്തിന്റെ ധനത്തിനാണ് ഇസ്ലാം മഹർ എന്ന് പറയുന്നത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച പദം വആതുൻ നിസാഅ സദഖാതിഹിന്ന നിഹ്ല. നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങൾ അവരുടെ വിവാഹ സമ്മാനം, വിവാഹ മൂല്യം മനസ്സറിഞ്ഞ്, മനസ്സന്തോഷത്തോടെ, നിഹലക്ക് ധാരാളത്തോണ്ട് മനസ്സറിഞ്ഞ് മനസ്സന്തോഷത്തോടു കൂടി തൃപ്തിപ്പെട്ട് നൽകുക എന്നാണ്. അപ്പോഴാണ് മഹറാവുള്ളൂ. മഹർ ഒരിക്കലും പേശി വാങ്ങേണ്ടതല്ല. പേശി വാങ്ങുക, തർപ്പിച്ച് വാങ്ങുന്നതിനെ പറയുന്നത്. പേശി വാങ്ങേണ്ടതല്ല. എനിക്ക് ഇത്ര വേണം, ഇത്ര വേണം, അങ്ങനെ എന്റെ മോൾക്ക് ഇത്ര മഹർ കിട്ടണം, അങ്ങനെ പേശി വാങ്ങേണ്ടതല്ല. കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ ആ പിതാവിന്റെ നോവും വേദനയും പ്രയാസവും എല്ലാം മനസ്സിലാക്കിയിട്ട് അവൾക്ക് എന്തെല്ലാം പരിരക്ഷ നൽകിയിരുന്നു, ആ പരിരക്ഷയൊക്കെ അംഗീകരിച്ചുകൊണ്ട് തൃപ്തിപ്പെട്ടു കൊടുക്കുന്ന ഒരു മൂല്യമാണ് മഹർ. അപ്പോ ആ വിവാഹ സമയത്ത് ഈ വിവാഹ മൂല്യം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ, സൂറത്തുൽ നിസായിൽ വിശദമായി പഠിപ്പിക്കുന്നു. വിവാഹ സമയം മഹർ നിശ്ചയിക്കുന്നില്ല. മഹർ നിശ്ചയിക്കാതെ നിക്കാഹ് നടന്നു. മഹർ പറഞ്ഞിട്ടില്ല, നിക്കാഹ് നടന്നു. ശാരീരിക ബന്ധത്തിലേക്ക് അവർ വീട് കൂടിയിട്ടുമില്ല. അതിനിടയിൽ ആ വിവാഹം മോചിപ്പിക്കപ്പെട്ടാൽ മഹറൊന്നും നിശ്ചയിച്ചിട്ടില്ല, ശാരീരിക ബന്ധവും നടന്നിട്ടില്ല, ഒരു നിക്കാഹ് നടന്നു പള്ളിയിൽ വെച്ച് ആരും അറിയാതെ. അതുകൊണ്ട് ഇപ്പൊ എന്ത് കൊടുക്കാനാണെന്ന് ചിന്തിക്കണ്ട. പരിശുദ്ധ ഖുർആൻ അവിടെ മുതൽ മഹറിന്റെ കാര്യം പറയാം. അവിടെ മുതൽ മഹറിന്റെ കാര്യം പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ലാ ജുനാഹ അലൈക്കും ഇൻ ത്വല്ലഖ്തുമുൻ നിസാഅ മാ ലം തമസ്സൂഹുന്ന ഔ തഫീദൂ ലഹുന്ന ഫരീള. നിങ്ങൾ നിങ്ങളുടെ ഇണകളെ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ ഏതവസ്ഥയിൽ മാലം തമസ്സൂഹുന്ന, നിക്കാഹ് കഴിഞ്ഞിട്ട് നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത അവസ്ഥയിൽ വിവാഹബന്ധം മോചിപ്പിക്കുകയാണെങ്കിൽ ഔ തഫരീളൂ ലഹുന്ന ഫരീള, ഏതവസ്ഥയിൽ നിങ്ങൾ അവർക്കൊരു മഹർ നിശ്ചയിച്ചിട്ടുമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ വമത്തിഊഹുന്ന അലൽ മൂസിഇ ഖദറുഹു വഅലൽ മുഖ്തിരി ഖദറുഹു, എന്തെങ്കിലും സാമ്പത്തികമായത് നിശ്ചയിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കണം. ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒന്നും കൊടുക്കാതിരിക്കരുത്. നിക്കാഹ് കഴിഞ്ഞെങ്കിൽ വിവാഹമോചന
കഴിയുമ്പോൾ അവർക്ക് കൊടുത്തേ പറ്റൂ. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് ഞാൻ എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞതറിയാമോ? സാമ്പത്തിക ശേഷിയുള്ള ആളുകളെങ്കിൽ അതനുസരിച്ച് കൊടുക്കണം. ഏതെങ്കിലും വാല് കേട്ടിട്ടുണ്ട് ഈ ആയത്ത്? അതനുസരിച്ച് കൊടുക്കണം. ഇനി സാമ്പത്തിക ശേഷി കുറഞ്ഞയാളാണെങ്കിൽ അതനുസരിച്ച് കൊടുക്കണമെന്ന് അള്ളാഹു പറയുകയാണ്. ഇതാണ് ഇന്ന് കോടതികളിൽ മത്തായി എന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗം പരിശുദ്ധ ഖുർആൻ ഇതാണ്. അപ്പൊ മത്തായി എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? വിവാഹ ബന്ധം നിക്കാഹ് കെട്ടുപെടുകയും മഹർ നിശ്ചയിക്കാത്ത അവസ്ഥയിൽ അവരുമായി ശാരീരിക ബന്ധം ഇല്ലാതെ വിവാഹമോചനം നടക്കുന്ന സമയത്തും ആ പെണ്ണിനെ പുരുഷൻ പരിഗണിച്ചേ പറ്റൂ. അവിടെ മത്താവ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുത്തൊഴിവാക്കണം. അത് ഹഖ്ഖൻ അലൽ മുഹ്സിനീൻ, ഹഖ്ഖൻ അലൽ മുഹ്സിനീൻ, ഗുണവാന്മാരുടെ മേൽ ബാധ്യതയാക്കിയിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു സന്തോഷം ഉണ്ടായിരുന്നല്ലോ, എന്റെ നിക്കാഹ് കഴിഞ്ഞു വന്ന് എന്തോ കാരണത്താൽ ഒഴിവായി പോകുമ്പോ അവർക്കുണ്ടായിരുന്ന ആ മാനസിക വ്യതയില്ലേ, അതിനൊരു പരിഹാരം കാണണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തുടർന്ന് അല്ലാഹു തആല പറയാണ്, വഇൻ തല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, നിക്കാഹ് കഴിഞ്ഞു എന്നാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. വഖദ് മിൻ ഖബ്ലി അൻ തമസ്സൂ വഖദ് ഫറൽതും ലഹുന്ന ഫരീളതൻ, എന്നാൽ വിവാഹ മൂല്യം മഹർ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു 5 or 10 പവൻ അല്ലെങ്കിൽ 2 or 3 പവൻ സ്വർണം നിക്കാഹിന്റെ വേളയിൽ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ശാരീരിക ബന്ധം നടന്നിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. മലപ്പുറം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പേ ഡിവോഴ്സ് ആയാൽ, അതിനു മുമ്പേ വിവാഹമോചനമായാൽ എന്ത് ചെയ്യണം? അല്ലാഹു പറയുന്നു, നിങ്ങൾ നിശ്ചയിച്ചത് 5 ആണെങ്കിൽ 2.5 പവൻ അവർക്ക് കൊടുക്കണം. ആ വീട്ടിലേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, അതെങ്ങനെ നിക്കാഹ് നടന്നും പോയി ഇല്ല. 5 പവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 പവൻ അവർക്ക് കൊടുക്കണം. 3 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 കൊടുക്കണം. 2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കൊടുക്കണം നിർബന്ധമായിട്ട്. നേരത്തെ നിശ്ചയിച്ചിട്ടില്ല, എത്രയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തെങ്കിലും കൊടുക്കണം, ഓരോരുത്തരും കപ്പാസിറ്റി അനുസരിച്ച്. മഹർ അങ്ങനെ ചുമ്മാ പറയേണ്ടതല്ല. എത്രയാണ് ഒരു സ്ത്രീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ കൊടുത്തിരിക്കുന്ന വില? ഇസ്ലാമിൽ അത്രയും ഉന്നതമായ സ്ഥാനത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സ്. വിവാഹമോചനമായി എനിക്ക് മഹർ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ വീട്ടിലേക്ക് വീട് കൂടാൻ പോയിട്ടില്ലെങ്കിൽ കൂടി നിക്കാഹ് നടന്നു എന്നതിന്റെ കാരണത്താൽ, അതിന് മഹർ നിശ്ചയിച്ചു എന്നതിന്റെ ഒരൊറ്റ കാരണത്താൽ അതിന്റെ പകുതി അവൾക്ക് നിർബന്ധമായും കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. ഇല്ലാ അൻ യഅഫു ഔ യഅഫു അല്ലദീ ബിയദിഹി നിക്കാഹ്. ഇനി ഭർത്താവ് തീരുമാനിച്ചു, വേണ്ട 5 ഞാൻ പറഞ്ഞതല്ലേ, 5 അങ്ങോട്ട് കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചാൽ ഒഴിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല റിഡക്ഷൻ ചെയ്യണ എങ്ങനെയാ? എന്താണെങ്കിലും വിവാഹമോചനമായി അവളെ കൂടെ ആഗ്രഹിച്ചാൽ നല്ലൊരു ഭർത്താവിന് എന്ത് ചെയ്യാം? പകുതി അല്ല, ഞാൻ ഫുൾ കൊടുത്തേക്കാം എന്ന് പറയാം. നടക്കൂലേ? അല്ലാഹു പറയാ ഇവിടെ. അതായത് ഭർത്താവ് പറയാണ് ഞാൻ ഫുൾ കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ ഒഴിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, കൊടുക്കാം. പകുതി കൊടുക്കൽ നിർബന്ധമാക്കിയിരിക്കണം. അല്ലാഹു ഫുൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അല്ലാഹു പകുതി കൊടുക്കാതെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പെണ്ണിന്റെ വാപ്പ എന്ന് പറയാണ്, വേണ്ട ഒന്നും വേണ്ട, പകുതിയും തരണ്ട എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ വാപ്പ എന്ന് പറയണം, നിക്കാഹല്ലേ നടന്നുള്ളൂ, നിങ്ങൾ പറഞ്ഞ മഹർ ഞങ്ങൾ ഒഴിവാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒഴിച്ച് 2.5 കൂടെ, അതായത് പകുതി കൊടുക്കണം. ഞാൻ 5 പറഞ്ഞെങ്കിൽ 2.5 കൊടുത്തേ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് ആ രംഗം ഇവിടെ മനസ്സിലാക്കി തരികയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ 5 കൊടുക്കലാണ് കേട്ടോ. അതായത് വിവാഹമൂല്യം പറഞ്ഞുറപ്പിച്ചിട്ട് ആ വിവാഹമൂല്യം എത്രയാണോ അത് ചെറുക്കൻ പെണ്ണിന് കൊടുക്കലാണ് അഖ്റബുൽ തഖ്വാ, സൂക്ഷ്മതയിൽ ഏറ്റവും നല്ലത്. പറഞ്ഞത് മനസ്സിലായോ?
സൂക്ഷ്മതയുള്ള ഭർത്താക്കന്മാർ ആണുങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ അവൾക്ക് വിവാഹമൂല്യമായി ഇത്ര പവൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും കൊടുക്കലാണ് സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിക്കുകയാണ്. വലാ തൻസൗൽ ഫദ്ല ബൈനകും വലാ തൻസൗൽ ഫദ്ല ബൈനകും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഔദാര്യത്തെ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ആണാണ്, ആണെന്ന നിലയിൽ, പുരുഷൻ എന്ന നിലയിൽ ആ പെണ്ണുങ്ങളെക്കാൾ, പെൺവീട്ടുകാരെക്കാൾ ചില ശ്രേഷ്ഠതകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുറച്ച് കാശിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും അമാന്യരായി പോകരുത് എന്നുള്ള പറയാം. നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഒക്കെ ഇരിക്കാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് നിക്കാഹ് കെട്ടുപെടുകയും മഹർ നിശ്ചയിക്കുകയും നിശ്ചയിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമയത്തുള്ള വിവാഹമൂല്യം നൽകുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ രണ്ട് ആയത്തുകളാണ് സൂറത്തുൽ ബഖറയിലെ 236, 37 ആയത്തുകൾ. ഇനി വിവാഹമൊക്കെ കഴിഞ്ഞു, നിക്കാഹും കഴിഞ്ഞു, വീടും കൂടുതലൊക്കെ കഴിഞ്ഞു. അപ്പൊ സാധാരണ മഹർ കൊടുത്തിട്ടുണ്ടാകുമല്ലോ. മഹർ കൊടുത്ത് അങ്ങനെ കൂടി ജീവിച്ചു. കുറെ കഴിഞ്ഞപ്പോ വിവാഹമോചനമായി. വിവാഹമോചനം നടക്കുമ്പോ പിന്നെ പല കാരണങ്ങളുണ്ടാവുമല്ലോ. ഇനി വിവാഹമൂല്യം കൊടുത്തത് കൂടിപ്പോയി, അതെങ്ങനെയെങ്കിലും തിരിച്ചു മേടിക്കാനുള്ള ഏതെങ്കിലും രീതി സ്വീകരിക്കാൻ പാടില്ല. അത് പൂർണ്ണമായും അവളുടെ അവകാശമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. ഒരു പണവട സ്വർണം, ഒരു രൂപ തിരിച്ചു തരാൻ ഒരു അവകാശവുമില്ല, മേടിക്കാൻ ഒരു അവകാശവുമില്ല. അവൾ തൃപ്തിപ്പെട്ടു തന്നാലല്ലാതെ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ ഈ പറഞ്ഞ ഞാൻ ആദ്യം ഓതിയ ആയത്തുണ്ടല്ലോ, എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നു, നിങ്ങൾക്ക് അവർ തന്നു, അവർ തൃപ്തിപ്പെട്ടിട്ട് തിരിച്ചു തന്നാൽ നിങ്ങൾക്ക് വാങ്ങാം. അതായത് സ്ത്രീകള് കൊടുത്ത സ്വർണം തിരിച്ചു തന്നാൽ അല്ലാതെ വാങ്ങാൻ പാടില്ല, അത് അവളുടെ സ്വത്താണ് എന്ന്. ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് പറയുന്നത്, അങ്ങനെ വാങ്ങുന്നത് സാധാരണ സ്വതക്ക ചെയ്താൽ പിണങ്ങുമ്പോ തിരിച്ചു ചോദിക്കാൻ പാടില്ല. അങ്ങനെ സാധാരണ മനുഷ്യന്മാരുടെ കയ്യിൽ സ്വതക്ക തിരിച്ചു വാങ്ങുന്നത് എന്നാണ്. ഛർദിച്ചത് തിന്നത് പോലെയാണ്. ഛർദിച്ചത് തിന്നുന്നത് പോലെയാണ് സ്വതക്ക തിരിച്ചു വാങ്ങുന്നത്. അപ്പോ ഭാര്യക്ക് കൊടുത്തു, ഭാര്യയുമായി സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടി ഏതെങ്കിലും കാരണത്താൽ വിവാഹമോചനം നടന്നാൽ അത് വാങ്ങുന്നത് ഇതിനേക്കാൾ ഗൗരവമായ തെറ്റാണ് എന്ന് പറയാം. അത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഹദീസിൽ പറഞ്ഞ സാധാരണ സ്വതക്കയെ സംബന്ധിച്ചാണ്. ഇത് പരിശുദ്ധ ഖുർആൻ പറയാവുന്നത്. വആതൈതും ഇഹ്ദാഹുന്ന കിന്താറൻ, വആതൈതും ഇഹ്ദാഹുന്ന കിന്താറൻ, നിങ്ങൾ വിവാഹ സമയത്ത് വിവാഹമൂല്യമായി ഒരു കൂമ്പാര സ്വർണം കൊടുത്താലും ലാ തഅഖുദൂനഹു, അത് നിങ്ങൾ തിരിച്ചു ചോദിക്കാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതഅഖുദൂനഹു, നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചു ചോദിക്കാൻ സാധിക്കുന്നു? അതഅഖുദൂനഹു, നിങ്ങൾക്ക് എങ്ങനെ അത് തിരിച്ചു ചോദിക്കാൻ സാധിക്കുന്നു? നിങ്ങൾ പരസ്പരം ലഭിച്ചു കഴിഞ്ഞതല്ലേ, നിങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് ജീവിച്ചതല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചു ചോദിക്കാൻ സാധിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീള, മാത്രമല്ല അവരിൽ നിന്ന് നിങ്ങൾ ഒരു ഉടമ്പടി സ്വീകരിച്ചിട്ടാണ് കല്യാണം ചെയ്തു കൊണ്ടുപോയത്. അതുകൊണ്ട് മഹർ എന്ന് പറയുന്നത് ഇസ്ലാമിക അധ്യാപനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യവത്തായ ഒരു കൊടുക്കൽ വാങ്ങലാണ്. സ്ത്രീധനത്തിന്റെ പോലെയല്ല ഇത്. അഡ്രസ് ഉള്ള, ഇസ്ലാമിന്റെ കൽപ്പനയുള്ള ഒരു കൊടുക്കൽ വാങ്ങലാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് മനസ്സംതൃപ്തിയോടുകൂടി നൽകുമ്പോഴാണ് ആ വിവാഹത്തിന് ചന്തവും ആ വിവാഹത്തിന് മൂല്യവും ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോ മഹറിനെ സംബന്ധിച്ച് ഇത്രയും ഗൗരവകരമായ
ആയത്തുകൾ നമ്മുടെ മുന്നിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ വിവാഹവേളയിലെ മഹർ നിശ്ചയിച്ചു. അപ്പൊ ഇന്ന് അൽഹംദുലില്ലാ പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെയൊക്കെ വിവാഹം, അതായത് ഒരു 19 അല്ലെങ്കിൽ 45 വയസ്സുള്ള ആളുകളുടെ വിവാഹ സമയം എന്ന് പറഞ്ഞ വിവാഹം, നിക്കാഹ് എന്ന് പറഞ്ഞ നിക്കാഹിന്റെ സദസ്സിൽ മഹർ പറയുള്ളൂ, അല്ലെ? മഹർ പറയുള്ളൂ. പിന്നെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ കുറഞ്ഞത് അവിടെ ഏതെങ്കിലും സദസ്സിൽ ഒരു മാലയൊക്കെ ഇട്ട് കൊടുക്കാൻ ഒരു രീതിയായിരുന്നു. ആ സമയത്ത് മഹർ കൊടുക്കൂല, നിക്കാഹിന്റെ സമയത്ത് മഹർ കൊടുക്കും, മഹർ പറയുകയുള്ളൂ. അപ്പോ ആദ്യത്തെ ദിവസത്തിന്റെ രാത്രി വരുമ്പോ മോളെ ഞാൻ എങ്ങനെ നമ്മുടെ ഒരു അഭിമാനത്തിനൊക്കെ വേണ്ടി പറഞ്ഞതാണ്, പിന്നെ തരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂടി ജീവിക്കും. അങ്ങനത്തെ രീതിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മറന്നു പോകും, ഓട് ചോദിക്കോ ഇല്ല, ഓൻ കൊടുക്കോ ഇല്ല. അപ്പൊ മഹർ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ മിക്കവാറും മഹലിന്റെ രേഖയിൽ ഇത്ര രൂപ മഹർ അല്ലെങ്കിൽ ഇത്ര പവൻ മഹറൊക്കെ ഉണ്ടാവും. അത് എന്താണ്, ആദ്യത്തെ രാത്രിയോ രണ്ടാമത്തെ രാത്രിയോ ഇവിടെ കൊണ്ട് വെറുതെപ്പടിക്കാൻ തന്നെ തരാം ഇൻഷാ അല്ലാഹ് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാത്ത ഒരു രീതിയുണ്ട്. ഈ രീതിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മഹർ നിശ്ചയിക്കുകയും അവളോട് പറയുകയും ചെയ്തതിനു ശേഷം അത് കൊടുക്കാതെ ദാമ്പത്തിക ജീവിതത്തിൽ ഏർപ്പെട്ട് മരണപ്പെട്ടാൽ അവന്റെ പ്രവർത്തനങ്ങളെല്ലാം വ്യഭിചാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ അങ്ങനെ പഠിപ്പിക്കുന്നു. മഹർ നിശ്ചയിച്ചിരുന്നു, കൊടുക്കാന്ന് പറഞ്ഞു, പക്ഷേ ആ പറഞ്ഞതിന്റെ ഇടയിൽ ദാമ്പത്യ ജീവിതം നടക്കുന്നുണ്ട്. അതേ രീതിയിൽ കൊടുക്കാതെ മരണപ്പെട്ടു പോയാൽ അത് വ്യഭിചാരത്തിന്റെ കൂട്ടത്തിലായിരിക്കും ആ ബന്ധങ്ങളൊക്കെ എഴുതപ്പെടുന്നതെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് മഹറിന് അള്ളാഹുവും റസൂലും നിശ്ചയിച്ചിട്ടുള്ള ആ ഗൗരവം ഇന്ന് നമ്മുടെ സദസ്സിൽ തന്നെ വരുന്നു എന്ന് മാത്രമല്ല, പവൻ പറയല്ല. കുറച്ചു കാലം മുമ്പൊക്കെ പവൻ പറയാൻ ഇത്ര പവൻ സ്വർണ്ണം. അവിടെയും അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് പവൻ പറഞ്ഞാൽ പോരാ, ഇത് സഹിയാകണമെങ്കിൽ ഈ മാല അല്ലെങ്കിൽ വള എന്താണോ കൊണ്ടുവരുന്ന ആഭരണം, അത് ഇതാണ് മഹർ മൂല്യം എന്ന് പറയണം. കാരണം പറഞ്ഞ അത്രയും തൂക്കം ഇല്ലെങ്കിൽ അതൊരു വഞ്ചനയായിപ്പോ. 8 ഗ്രാമാണ് പറഞ്ഞത്, തൂക്കിയ 7 ഗ്രാമാണെങ്കിൽ 1 ഗ്രാമിന് നല്ല വിലയുണ്ടല്ലോ. ഇപ്പോ 1 ഗ്രാം കുറഞ്ഞു പോയാല് അതിന് കള്ളത്തരം അല്ലെങ്കിൽ അതിനൊരു അപാകത ഉണ്ടാവും. അതുകൊണ്ട് തൂക്കം പറയണ്ട, ഈ കാണുന്ന ആഭരണം, സ്വർണ്ണാഭരണം മഹറായി നിശ്ചയിച്ചുകൊണ്ട്, മഹറിന് പകരമെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പകരം എന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഈ കാണുന്ന സ്വർണ്ണാഭരണം മഹറായി നിശ്ചയിച്ചുകൊണ്ട് എന്നാണ് പറയുന്നത്. ഈ കാണുന്ന സ്വർണ്ണാഭരണം മഹറിന് പകരമല്ല കൊടുക്കണം. കൊച്ചിനെ ഈ സ്വർണ്ണാഭരണം മഹറായി നിശ്ചയിക്കാൻ ഇതൊരു മൂല്യമാണ്. ഈ മൂല്യം നിശ്ചയിച്ചുകൊണ്ടാണ് എന്റെ മകളെ വിവാഹം ചെയ്ത് തരുന്നത് എന്നാണ് വിവാഹത്തിന് പറയേണ്ടത്. അതുകൊണ്ട് ഈ ഒരു സംവിധാനം അൽഹംദുലില്ലാ കുറച്ചും കൂടിയൊക്കെ മാന്യവും പക്വമായ നിലയിലാണ് ഇന്ന് നടന്നു വരുന്നത്. അവിടെ വിവാഹമോചന സമയത്താണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ആ വിവാഹം ചെയ്യപ്പെട്ട സ്ത്രീയുടെ സ്വത്തായി അവൾക്ക് സന്തോഷത്തോട് നൽകിയതാണ്. തിരിച്ചു വാങ്ങുന്ന സമയത്ത് മഹർ എന്ന് പറയുന്ന ഒരു ചർച്ചയെ ഉണ്ടാവാൻ പാടില്ല. അതായത് പുരുഷന് കൊടുത്തതൊക്കെ ചിലപ്പോ എല്ലാം വാങ്ങിക്കൊണ്ട് പോകുമ്പോ 5 പവന്റെ സ്വർണ്ണം ഞാൻ കൊടുത്തതാണ്, ദുഃഖിക്കണ്ട. അതിനെ സംബന്ധിച്ച് ചർച്ച ഉണ്ടാകാൻ പാടില്ല. ഇങ്ങോട്ടൊന്നും തരണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുകയും സമൂഹത്തിൽ ഇത് നടപ്പിലാക്കാനുള്ള ഒരു ശീലമുണ്ടാകുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിറു അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.